ഒക്ടോബർ 16 വാഴ്ത്തപ്പെട്ട തേവർപറമ്പിൽ കുഞ്ഞച്ചന്റെ തിരുനാൾ ദിനത്തിൽ ഭക്തിസാന്ദ്രമായി രാമപുരം DCMSന്റെ നേതൃത്വത്തിൽ കുഞ്ഞച്ചൻ അന്ത്യവിശ്രമം കൊള്ളുന്ന രാമപുരം പഴയ പള്ളിയിലേക്ക് നടത്തിയ തീർത്ഥാടന പദയാത്രയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ അണിനിരന്നു. കുഞ്ഞച്ചന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന രാമപുരം പഴയ പള്ളിയിലെ തിരുക്കർമ്മങ്ങൾക്ക് പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കാർമ്മികത്വം വഹിച്ചു. കുഞ്ഞച്ചന്റെ പ്രമാണം ഗോ ആൻഡ് സീ ദ പീപ്പിൾ എന്നാണ്. നിങ്ങൾ പുറത്തേക്ക് പോയി നിങ്ങളുടെ ആളുകളെ കാണുക, പുറത്തേക്ക് സഭയെ കൊണ്ടുകൊടുക്കുക. അങ്ങനെ ചെയ്യുന്നത് കം ആൻഡ് സീക്ക് വേണ്ടിയാണ്. ഇവിടെ വന്ന് ഈ ടൂമ്പും ഈ പരിശുദ്ധ കുർബാനയും ഈ സഭയുടെ ശക്തിയും കാണുന്നതിന് വേണ്ടിയാണ്. അതാണ് ഈ വർഷം നിങ്ങൾ ചെയ്തത്. ഗോ ആൻഡ് സീ ദ പീപ്പിൾ. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ വലിയ ഒരു ശക്തി, വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയാണിത്. നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഞാൻ കുർബാനയിൽ പറഞ്ഞിരുന്നു, ഈ ടൂമ്പ്, ഈ വാഞ്ച്, ഈ ഉണർവ് കുഞ്ഞച്ചന്റെ വിശുദ്ധ പദവിയിലേക്ക് എത്തിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ രാജ്യത്തിൻ്റെ സമ്പൂർണമായ ഒരു ഐക്യത്തിലേക്ക്, ഇവിടെയുള്ള ക്രൈസ്തവരുടെ ഐക്യത്തിലേക്ക്, പ്രത്യേകിച്ച് DCMS, SSC, ST വിഭാഗത്തിൽപ്പെട്ട എല്ലാവരുടെയും ഐക്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. കേരളത്തിലും നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും ദളിത് വിഭാഗത്തിൽപ്പെട്ട ധാരാളം മെത്രാന്മാരുണ്ട്. അവരിവിടെ വരുമ്പോഴും കത്തുകളിലൂടെയും എന്നോട് പറയാറുണ്ട്, ദളിത് ക്രൈസ്തവർ വഴി കുഞ്ഞച്ചനെ പുണ്യമാണ്ടാണ്. അവരുടെ സാന്നിധ്യം വഴി, അവരുടെ പ്രാർത്ഥന വഴി, അവർക്ക് കിട്ടുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വഴി കുഞ്ഞച്ചനെ വിശുദ്ധനാക്കിയാൽ ഇന്ത്യ രക്ഷപ്രാപിക്കുമെന്ന് അവർ അനേകരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ എന്ന ആ വലിയ രാജ്യത്തിന്റെ, ഇന്ത്യ വലിയൊരു ഒഴുക്കാണ്, വലിയൊരു സംസ്കാരമാണ്. അനേകം ഭാഷകളുടെ, അനേകം ന്യൂനപക്ഷങ്ങളുടെ, തീർച്ചയായിട്ടും മുൻപിൽ നിൽക്കുന്ന പക്ഷങ്ങളുടെയും എല്ലാം ഉണ്ട്. അത് നമുക്കറിയാമല്ലോ. അവിടെ എല്ലാം ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ കുഞ്ഞച്ചൻ പുണ്യവാനാകണമെന്നുള്ളത് അനേകം പിതാക്കന്മാരുടെയും ഒരു ആഗ്രഹമാണെന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ്. കുഞ്ഞച്ചനെ വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ മദ്രാസ് മലയാപ്പൂര് ആർച്ച് ബിഷപ്പ് ചിന്നപ്പ മലയപ്പ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒറിജിനും അദ്ദേഹത്തിന്റെ വളർച്ചയുമെല്ലാം ഇത്തരം സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം അന്ന് ആ പ്രഖ്യാപനം കഴിഞ്ഞ് വർക്കിപ്പിതാവ് മേജരാജ് ബിഷപ്പിന്റെ അടുത്ത് നിൽക്കുമ്പോൾ എന്റെ ചെവിയിൽ പറഞ്ഞതാണ്, കല്ലറങ്ങാട്ട്, ഈ ടൂമ്പ് വഴി ഇന്ത്യ മുഴുവനും ഈശോയെ നമുക്ക് എത്തിക്കണം. അതാണ് നമ്മുടെ ദൗത്യം. ആ ദൗത്യത്തിലാണ് ഈ നിമിഷങ്ങൾ നിങ്ങൾ എല്ലാവരും പങ്കുചേർന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട വിചാരിച്ചനും വൈസ് പ്രസിഡന്റും അധ്യക്ഷന്മാരും എല്ലാം വലിയ ക്രമീകരണമാണ് ചെയ്തത്. അന്യൂനമായ ക്രമീകരണങ്ങളായിരുന്നു. ഒരു മിനിറ്റ് പോലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ജലാശയം ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും ആശയങ്ങളും തന്റേടവും എല്ലാം ഇത്തരം മുന്നേറ്റങ്ങൾക്ക് ഏറെ സഹായിക്കുന്നുണ്ട്. രൂപതയുടെ വളർച്ചയില്, രൂപതാ സംഘടനകളുടെ വളർച്ചയില്, രൂപത മുഖ്യ നേതൃത്വം കൊടുക്കുന്ന സിവിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോളേജിന്റെ വളർച്ചയിലെല്ലാം മുന്നിൽ നിൽക്കുന്ന അച്ഛനാണ്. അച്ഛന്റെ നേതൃത്വവും സാന്നിധ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. വാഴ്ത്തപ്പെട്ട തേവർപറമ്പിൽ കുഞ്ഞച്ചന്റെ തിരുനാൾ ദിനത്തിൽ ജനപങ്കാളിത്തം കൊണ്ട് നിറഞ്ഞ തീർത്ഥാടന പദയാത്രയും ജനനിബിഡമായ കുഞ്ഞച്ചന്റെ കബറിടവും രാമപുരത്ത് നവ്യാനുഭവം സമ്മാനിക്കുന്നതായിരുന്നുവെന്ന് രൂപതാ വികാരി ജനറൽ ഫാദർ സെബാസ്റ്റ്യൻ വേത്താനത്ത് പങ്കുവച്ചു. ദളിത് വിമോചകനായ വാഴ്ത്തപ്പെട്ട തേവർപറമ്പിൽ കുഞ്ഞച്ചന്റെ തിരുനാൾ ഈ വർഷം വളരെ ആഘോഷപൂർവ്വം DCMS സംഘടനയ്ക്ക് നടത്താനായിട്ട് സാധിച്ചു എന്നുള്ളത് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കുകയാണ്. ഒക്ടോബർ മാസം 13, 14 തീയതികളിൽ കുഞ്ഞച്ചന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പാലാ രൂപതയുടെ എല്ലാ ഫൊറോന കേന്ദ്രങ്ങളും അതുമായി ഒരു വലിയ വിളംബര ജാഥ നടത്താനായിട്ട് സാധിച്ചു. ആ വിളംബര ജാഥയെ സ്വീകരിക്കാനായിട്ട്, കുഞ്ഞച്ചനെ ആദരിക്കാനായിട്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികളും അതുപോലെ യുവാക്കളും മാതാപിതാക്കളും ഒത്തുചേർന്നുള്ളത് കുഞ്ഞച്ചന് പൊതുജനങ്ങളുടെ മധ്യയുള്ള സ്വീകാര്യത
വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവനായിരുന്നു കുഞ്ഞച്ചൻ. അതുപോലെ കുഞ്ഞുങ്ങൾക്കും കുഞ്ഞച്ചനെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഈ വർഷം പാലാ രൂപതയിൽ അഭിവന്ദ്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് കോർപ്പറേറ്റിൻ്റെ കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതു അവധി നൽകിയത്. അതിനാൽ തന്നെ ധാരാളം കുട്ടികളും അധ്യാപകരും മാതാപിതാക്കളും ഈ വർഷത്തെ തിരുനാളിന് രാമപുരത്ത് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ കബറിടത്തിൽ എത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. പ്രാവശ്യം DCMS സംഘടന നടത്തിയ തീർത്ഥാടന പദയാത്ര മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടായി എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. രൂപതയുടെ 20 ഭവനകളെ 5 സോണുകളായി തിരിച്ച് 2 സെൻറ്ററുകളിൽ നിന്നാണ്, നമ്മുടെ വെള്ളിലാപ്പള്ളി ജംഗ്ഷനിൽ നിന്നും അതുപോലെ RVM സ്കൂൾ ജംഗ്ഷനിൽ നിന്നുമാണ് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പദയാത്ര ഈ കബറിടത്തിൻ്റെ സ്ഥലത്ത് എത്തിച്ചേർന്നത്. അതിന് വലിയ ഒരു ആത്മീയ ഊർജം അതിലൂടെ ലഭിക്കുകയുണ്ടായി. കുഞ്ഞച്ചൻ പകർന്നു തരുന്ന ആത്മീയ വിമോചനത്തിൻ്റെ, സുവിശേഷത്തിൻ്റെ, ഈശോയുടെ ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശം ഇവിടെ നിന്നും ഈ രൂപതയുടെ എല്ലാ മുക്കിലും മൂലയിലും അലയടിക്കുകയാണ്. അത് കേരളസഭ മുഴുവനും അതിനപ്പുറത്ത് ഭാരതത്തിലെമ്പാടും അത് അലയടിച്ചുയരട്ടെ. ദളിത് ക്രൈസ്തവരായിട്ടുള്ള അല്ലാത്ത ആളുകളുടെ എല്ലാം ഒരു സമഗ്ര വിമോചനത്തിൻ്റെ ഒരു മാതൃകയായിട്ട് കുഞ്ഞച്ചൻ ഇന്ത്യയിലെങ്ങും ഒളി മങ്ങാതെ പ്രശോഭിക്കട്ടെ എന്നാണ് ഈ തിരുനാളിനത്തിൽ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും പ്രാർത്ഥനയും. കുഞ്ഞച്ചനെ എത്രയും വേഗം ദളിത് ക്രൈസ്തവരുടെ സ്വർഗീയ മധ്യസ്ഥനായിട്ട് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനായിട്ട് ഈ രൂപതയിലെ ലക്ഷക്കണക്കിന് ആളുകൾ, പ്രത്യേകിച്ച് ദളിതരായിട്ടുള്ള ആളുകൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അവരുടെ പൂർവികർക്ക് കുഞ്ഞച്ചൻ പകർന്നു കൊടുത്ത ആ ഒരു വലിയ വിമോചനത്തിൻ്റെ, സമഗ്രമായിട്ടുള്ള വളർച്ചയുടെ, ഈശോയുടെ സുവിശേഷത്തിൻ്റെ, അതിൻ്റെ എല്ലാം പ്രത്യുപകാരമായിട്ടാണ് ഈ മക്കള് പ്രതികൂലമായ കാലാവസ്ഥയെല്ലാം അതിജീവിച്ചുകൊണ്ട്, മാറ്റിവെച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇന്നത്തെ പദയാത്രയിൽ പങ്കെടുത്തത്. അവരെല്ലാം ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. തിരുനാൾ ദിനത്തിൽ രാമപുരം മണ്ണിൽ എത്തിച്ചേർന്ന 10,000-കണക്കിന് വിശ്വാസികൾക്കായി നേർച്ച ഭക്ഷണവും സജ്ജമായിരുന്നു. കുഞ്ഞച്ചൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ഇന്ന് ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ, ഭക്തജനങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് ഒരു 40,000-ൽ മേൽ ആൾക്കാർ ഇന്ന് നമ്മുടെ ഈ നേർച്ച സദ്യ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഈ രാമപുരം പള്ളി അങ്കണത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. രാവിലെ 9 മണിക്ക് വെഞ്ചിരിപ്പ് കർമ്മം നടത്തി നേർച്ച സദ്യ വിളമ്പുവാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും ആൾക്കാരുടെ നീണ്ട നിര തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ തിരുനാളിനോടനുബന്ധിച്ച് ഏകദേശം 3000 കിലോ അരി നമ്മളിവിടെ വേവിച്ച് പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 900 കിലോ പയർ നമ്മൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുളിശ്ശേരിയും അച്ചാറും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ കലവറയിൽ ഇന്നലെ രാവിലെ 9 മണിക്ക് തുടങ്ങിയ സദ്യകൾ ഉണ്ടാക്കാനായിട്ടുള്ള 100-ൽ പരം ആൾക്കാരുടെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഒരു 8 മണിയോടുകൂടി ഈ കലവറയിലെ പ്രിപ്പറേഷൻ പരിപാടികൾ നമ്മൾ അവസാനിപ്പിച്ചു. 3000 കിലോ അരി നമ്മൾ വെച്ചിട്ടുണ്ട്. എന്താണേലും വൈകിട്ട് ഒരു 6 മണി വരെ നമുക്കിവിടെ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം കൊടുക്കുവാനായിട്ട് നമുക്ക് ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. ഈ കോരിത്തൊരിയുന്ന മഴയത്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന 10,000-കണക്കിന് വിശ്വാസികളാണ്. DCMSന് വേണ്ടി, ദളിത് ക്രൈസ്തവർക്ക് വേണ്ടി പ്രയത്നിച്ച കുഞ്ഞച്ചന് ദളിത് ക്രൈസ്തവരായ ആൾക്കാർ ഇന്ന് ഈ പള്ളിയിൽ 10,000-കണക്കിന് ആൾക്കാർ എത്തിച്ചേർന്നിരിക്കുന്നു. രാമപുരത്തിൻ്റെ ഒരു കുഞ്ഞച്ചൻ ഇനി അടുത്തൊരു പുണ്യവാളനാകുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു കാര്യം. ഏതാനും വർഷങ്ങൾക്കകം തന്നെ അത് സാധിക്കും എന്നാണ് ഞങ്ങളെല്ലാവരും കരുതുന്നത്. ആരാലും അറിയപ്പെടാതെ കിടന്ന ദരിദ്രരുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായി ജീവിതം സമർപ്പിച്ച വാഴ്ത്തപ്പെട്ട തേവർപ്പറമ്പിൽ കുഞ്ഞച്ചന്റെ ഓർമ്മ തിരുനാള് ഭക്തിസാന്ദ്രമാക്കി അദ്ദേഹത്തിന്റെ മക്കൾ. ദളിത് വിമോചകനായ വാഴ്ത്തപ്പെട്ട തേവർപ്പറമ്പിൽ കുഞ്ഞച്ചൻ ഒന്നിനെയും ഭയപ്പെടാതെ ദളിത് സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ഉന്നമനത്തിൽ ശ്രദ്ധ ചെലുത്തിയ വ്യക്തിത്വമായിരുന്നു വാഴ്ത്തപ്പെട്ട തേവർപ്പറമ്പിൽ കുഞ്ഞച്ചന്റെ തിരുനാൾ മംഗളങ്ങൾ. ചോയ്സ് ഡെസ്ക്, ഷെക്കീന ന്യൂസ്.